ദിവസം എല്ലാവരും കേട്ട വാർത്തയായിരുന്നു ജിഷയുടെ അമ്മയുടെ മരണം. ഒരുപാട് പോരാടി നിന്ന അമ്മ, ഒരുപാട് പേരുടെ കണ്ണീരായി മാറിയ അമ്മ. ആ അമ്മയുടെ മരണവാർത്ത ഇതുപോലെ എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. ഓരോ തവണയും ഓരോ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഇപ്പോൾ നടൻ ബിനിൽ ഖാദർ ഉൾപ്പെടെ നിരവധി പേർ ഈ ഒരു വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. രാജ്ഞിയെപ്പോലെ ജീവിക്കേണ്ടിയിരുന്ന അമ്മയാണ്, പക്ഷേ ഒടുക്കം ഇങ്ങനെയായിപ്പോയി. നെഞ്ചുപൊട്ടി നടൻ ബിബിൻ പറയുകയും ആ അമ്മയോടൊപ്പം പണ്ടെടുത്ത ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതിലൂടെ തന്നെ ആ അമ്മയെക്കുറിച്ചുള്ള സ്നേഹവാർത്തകൾ തന്നെയാണ് ബിബിൻ പങ്കുവയ്ക്കുന്നത്. ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി മാറുകയും ചെയ്യുന്നു. ബിനിലിന് ഇത്രമാത്രം താങ്ങാനാവാത്ത വേദന ഈ വാർത്ത ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട് എന്ന് പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നുണ്ട്. ജിഷയുടെ അമ്മ രാജേശ്വരി അമ്മ അന്തരിച്ചു എന്ന് ബിനിൽ വാർത്ത പറയുന്നു. അതിലൂടെ തന്നെ ആദരാഞ്ജലിയും അതിൽ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ പോസ്റ്റ് പങ്കുവെക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു. എന്ത് പറയണമെന്ന് എനിക്കിപ്പോഴും ഒരു നിശ്ചയവുമില്ല. കുറച്ച് വർഷങ്ങളായി എനിക്ക് അമ്മയെ നേരിട്ട് അറിയാമായിരുന്നു. പലപ്പോഴും എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല അമ്മ മാത്രമല്ല, ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വ്യക്തി എന്നതുകൂടി എനിക്ക് മനസ്സിലാവുന്നു. പലപ്പോഴും നേരിൽ കണ്ടാൽ അവർ എന്നോട് വിശേഷങ്ങൾ തിരക്കും. അങ്ങോട്ട് വിശേഷം ചോദിച്ചാൽ പിന്നെ നിർത്താതെ വിശേഷങ്ങൾ പറയുമായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു ആ അമ്മയുടേത്. മകൾ പഠിച്ച അഭിഭാഷകയായി ഒരു രാജ്ഞിയെപ്പോലെ ജീവിക്കേണ്ടിയിരുന്ന ആ അമ്മയുടെ അവസാന കാലം തെരുവിലായിരുന്നു. എന്നെങ്കിലും എൻ്റെ ജിഷമോൾക്ക് നീതി കിട്ടുമെന്ന് കാണുമ്പോൾ എല്ലാം ആ അമ്മ പറയുമായിരുന്നു. ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആ അമ്മ മകളുടെ അടുത്തേക്ക് യാത്രയായി. ആദരാഞ്ജലികൾ. ഇതാണ് ഇപ്പോൾ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ മരണത്തിൽ ഏറ്റവും വേദനയോടെ തന്നെ നടൻ ബിനിൽ ഖാദർ പങ്കുവച്ച വാർത്ത. അദ്ദേഹം ഇപ്പോൾ ഈ കുറിപ്പിലൂടെ പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന് ആ അമ്മയുമായിട്ടുണ്ടായിരുന്ന ആത്മബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. ആ അമ്മയുടെ മരണവാർത്ത അദ്ദേഹം പങ്കുവച്ചപ്പോൾ തന്നെ എല്ലാവരും ഇത് പറഞ്ഞെത്തി. നിങ്ങൾ ഇതിനു മുൻപും ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ആ അമ്മയുടെ വേദന എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആ അമ്മ ആരായിരുന്നുവെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വേദന നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ബിനിലിന് ഇത് താങ്ങാനുള്ള കരുത്ത് ദൈവം നൽകട്ടെ എന്ന് പ്രേക്ഷകരെല്ലാവരും ഇതനുസരിച്ച് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം ഫോളോ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് ബിനിൽ. അതനുസരിച്ചാണ് പ്രേക്ഷകർ ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഓരോ സമയം ആരാധകർ ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും. പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതി ലഭിക്കുന്ന വാർത്ത എന്ന് തന്നെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യാം. ഓരോ തവണയും പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്ത കൊണ്ട് തോന്നുകയും ചെയ്യുന്നത്. പ്രേക്ഷക പ്രീതി വളരെയധികം മനസ്സിലാക്കുന്ന ഒരു വാർത്ത. അതാണ് ഇപ്പോൾ ബിനിലിൻ്റെ ഈ പോസ്റ്റ് വൈറലാക്കിക്കൊണ്ട് പ്രേക്ഷകർ പറയുന്നത്. നിങ്ങൾക്ക് ആ അമ്മയുടെ സ്നേഹം ലഭിച്ചല്ലോ, ഭാഗ്യവാനെന്നും പലരും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.